കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ലൊരു ഫ്രൂട്ട് കേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ ഇന്ന് OTG ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓവനിലല്ലാതെയും മുട്ട ഉപയോഗിച്ചിട്ടുള്ളതും മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്നതിന് പലതരം ഫ്രൂട്ട് കേക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് കേക്കാണ്. അത് നമുക്ക് ഫ്രൂട്ട്സൊന്നും ഒരുപാട് സമയം കുതിർത്ത് വെക്കേണ്ട ഒന്നും തന്നെ ആവശ്യമില്ല, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് OTG ഉപയോഗിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് എടുക്കുന്നത് കറുത്ത ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഇത് ഓരോന്നും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 1/3 കപ്പ് കറുത്ത മുന്തിരിയാണ് എടുക്കുന്നത്. പിന്നെ ഏകദേശം അത്രയും തന്നെ ക്രാൻബെറീസാണ് എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പ്ലംസ് അല്ലെങ്കിൽ പ്രൂൺസ്, ഈത്തപ്പഴം എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഉണങ്ങിയ ക്രാൻബെറീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഏകദേശം അത്രയും തന്നെ 1/3 കപ്പോളം ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാം. പിന്നെ ഏകദേശം 1/2 കപ്പോളം നട്ട്സ്, ഞാനിവിടെ ബദാമും കശുവണ്ടിയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. വാൾനട്ട്, പീനട്ട്സ് അതൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ്. ഇതിന് പകരം ആപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ജ്യൂസിലേക്ക് ഈ ഫ്രൂട്ട്സും നട്ട്സും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ജ്യൂസിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ ഇത് 1 മണിക്കൂർ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. അത്രയും സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് വരും. അപ്പോൾ 1 മണിക്കൂർ ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഒരു ദിവസം വരെയൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം കുതിർത്ത് വെക്കാം. ഞാൻ 1 മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്ന് ജ്യൂസൊക്കെ അത് നല്ലോണം വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഓറഞ്ച് ജ്യൂസൊന്നും അധികം കാണാനേ ഇല്ല. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് കുതിർന്ന് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി കൂടിയതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ താഴെ മാത്രം ചൂട് കിട്ടുന്നത്, അതായത് ബോട്ടം സൈഡ് മാത്രം ഹീറ്റ് ആവുന്ന ഒരു ഓപ്ഷൻ, ബേക്ക് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത് 160 ഡിഗ്രിയാണ്. മാക്സിമം ഒരു 170 ഡിഗ്രി അത്രേ വെക്കാവൂ. ഞാൻ 160 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാനുള്ള ടൈം 15 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ബോട്ടം സൈഡിൽ ഹീറ്റ് ഇട്ടെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, 160 ഡിഗ്രി സെലക്ട് ചെയ്യുക, പിന്നെ ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ കേക്ക് ടിന്നിൽ ബട്ടറൊക്കെ പുരട്ടി നമ്മുടെ ബട്ടർ പേപ്പർ വിരിച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും ബട്ടർ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ചുക്ക് പൊടി, അതായത് ജിഞ്ചർ പൗഡർ ചേർക്കുന്നുണ്ട്. അത്രയും അളവിൽ തന്നെ ജാതിക്ക പൊടി, ജാതിക്കയുടെ പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കുക, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്രയും അളവിൽ 1/4 ടീസ്പൂൺ വരെ സിനമൺ പൗഡർ, പട്ടയുടെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ് പൊടിയൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്, ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് അരിച്ചെടുക്കാം. രണ്ടാമതും കൂടി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയാണ് വേണ്ടത്. അതിൻ്റെ വെള്ള വേറെയും മഞ്ഞ വേറെയും ആയിട്ട് എടുത്ത് വെക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല ക്രീം പോലെ ആക്കിയെടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ്. നല്ല ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർക്കുന്നത്. നല്ല രുചിയാണ് ഇത് വെച്ചിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ബ്രൗൺ ഷുഗർ ചേർക്കാം, അതല്ലെങ്കിൽ സാധാരണ വെള്ള പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ഒന്നുകൂടി സൂപ്പറായിരിക്കും. അപ്പോൾ ബ്രൗൺ ഷുഗറും ബട്ടറും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിക്കാം. ഇടയ്ക്കൊന്ന് ഈ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക.
നല്ലതുപോലെ അടിച്ച് നല്ല ക്രീമി ടെക്സ്ചറായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് പതുക്കെ അടിച്ചെടുക്കുക. ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ട് അടിക്കേണ്ട, പതുക്കെ ഒന്ന് അടിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കുറച്ചൊന്ന് അടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു മാവാക്കിയിട്ട് എടുക്കാം. ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് സ്മൂത്താക്കി എടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഫ്രൂട്ട്സ് ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരല്പം ലൂസായിട്ട് കിട്ടും. അപ്പോൾ ഇതേ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ മുട്ടയുടെ വെള്ള മറ്റൊരു ബൗളിലേക്ക് എടുക്കാം. ഇത് ഞാൻ സ്ഥിരമായിട്ട് മുട്ട അടിക്കുന്നൊരു പാത്രമാണ് കേട്ടോ. അതാണ് ഇത്രയും അതിൽ സ്ക്രാച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ 2 മുട്ടയുടെ വെള്ള ഇതിലൊന്നും തന്നെ ചേർക്കണ്ട. വെറുതെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് മാറണം. അത്രയും സമയം ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇതിൽ ഞാൻ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. മുട്ടയുടെ വെള്ളം മാത്രം ഇതുപോലെ അടിച്ചെടുക്കുക. അതിന് ശേഷം ഇത് നമ്മുടെ കേക്ക് മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ബലം കൊടുക്കാതെ അതുപോലെ തന്നെ ഒരുപാട് സമയവും മിക്സ് ചെയ്യരുത്. പതുക്കെ എന്നാൽ ഒന്ന് നല്ലതുപോലെ മിക്സായിട്ട് വരുന്ന അത്രയും സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേ സമയം ഇതുപോലെ മിക്സ് ചെയ്യണ്ട കേട്ടോ, അപ്പോൾ നമ്മുടെ കേക്ക് നന്നാവില്ല. എല്ലാം കൂടി ഏകദേശം ഒന്ന് മിക്സായി എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. ഞാനിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാണ്. ഒരു 3/4 ഭാഗത്തോളം മാത്രമേ ഉണ്ടാകാവൂ. നന്നായിട്ട് പൊങ്ങി വരുന്ന കേക്കാണ്. അപ്പോൾ ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മുടെ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് ഓവനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് കശുവണ്ടി വെക്കുന്നുണ്ട്. പക്ഷേ ഇത് നല്ലോണം പൊങ്ങി വരുന്ന സമയത്ത് ഈ കശുവണ്ടി ചിലപ്പോൾ കാണില്ല. അപ്പം എന്തായാലും മുകളിൽ ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഓവനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 50 മിനിറ്റാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സമയം. പക്ഷേ 50 മിനിറ്റ് മതിയാവില്ല കേട്ടോ. 1 മണിക്കൂറും ഒരു 15 മിനിറ്റോളം സമയം ഇത് ബേക്ക് ചെയ്യണം. പക്ഷേ എൻ്റെ ഓവനിൽ മാക്സിമം 50 മിനിറ്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഏകദേശം പകുതിയോളം ഇതിൻ്റെ ടൈം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് സമയം കൂട്ടി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു 1.25 മണിക്കൂർ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 മണിക്കൂറും 15 മിനിറ്റും ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്. ഇതിപ്പോൾ എടുത്തു വെച്ചിട്ട് കുറച്ച് സമയമായി, ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കശുവണ്ടിയൊന്നും മുകളിൽ കാണാനില്ല. കേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ 1 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഫ്രൂട്ട് കേക്ക് പൊതുവേ നമ്മൾ ഉണ്ടാക്കിയാൽ ഒരു 1-2 ദിവസമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ 1 ദിവസം കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അങ്ങനെ 1 ദിവസത്തിന് ശേഷം നമ്മുടെ ഫ്രൂട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് സൈഡിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി കിട്ടും. ഇതിൻ്റെ സൈഡിലും താഴെയൊക്കെയുള്ള ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിത് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേക്ക് എന്തുമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും നമ്മുടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫ്രൂട്ട് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് പ്ലംസ് ഒന്നും ചേർക്കുന്നില്ലെങ്കിലും നമ്മളിതിന് പ്ലം കേക്ക് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. ഡാർക്ക് ബ്രൗൺ ഷുഗർ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർത്തിട്ടുണ്ടാക്കുക. ഇല്ലെങ്കിൽ മാത്രം സാധാരണ പഞ്ചസാര ചേർക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക്